ഗുഡ് മോർണിംഗ്. ഇനി നമ്മുടെ രണ്ടാമത്തെ കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിൻറ്റ് ഇൻക്രീസ് ചെയ്യുക. ആർക്കാണ് ബോയിലിംഗ് പോയിൻറ്റ് ഇൻക്രീസ് ചെയ്യണത്? സൊല്യൂഷന്. നമ്മൾ ഈ കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടിയൊക്കെ സൊല്യൂഷന് സംഭവിക്കുന്ന കാര്യമാണ് പറയണത്. അപ്പോൾ നമ്മൾ സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് മെഷർ ചെയ്യുക, അതിനുശേഷം സൊല്യൂഷൻ്റെ മെഷർ ചെയ്യുക. അപ്പോൾ സൊല്യൂഷന് ബോയിലിംഗ് പോയിൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയാണ്. ബോയിലിംഗ് പോയിൻറ്റ് ഓഫ് എ സൊല്യൂഷൻ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി പ്യുവർ സോൾവെൻറ്റ്. ഒരു സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് എപ്പോഴും പ്യുവർ സോൾവെൻറ്റിനേക്കാളും കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ നോക്കിയാൽ നമുക്ക് കാണാം, നമ്മളിപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചു, അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഇനി വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പോ പഞ്ചസാരയോ എന്തെങ്കിലും ഇട്ടിട്ട് ബോയിൽ ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് 100 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കൂടും. കാരണം എന്താ, നമ്മൾ അതിലേക്ക് ഒരു സൊല്യൂട്ട് ആഡ് ചെയ്തു, അപ്പോൾ അത് സൊല്യൂഷനായി. അപ്പോൾ നമ്മൾ ചായയൊക്കെ തിളപ്പിക്കാൻ വയ്ക്കുമ്പോൾ നമ്മളെപ്പോഴും ആദ്യം വെള്ളമാണ് തിളപ്പിക്കുക അല്ലേ, അതിന് ശേഷമാണ് നമ്മൾ ചായപ്പൊടിയൊക്കെ ഇടുക. അല്ലെങ്കിൽ ആദ്യം തന്നെ എല്ലാം ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബോയിലിങ്ങിന് കുറേ സമയം എടുക്കും. അപ്പോൾ അതാണ് പറയുന്നത്, ബോയിലിംഗ് പോയിൻറ്റ് ഓഫ് എ സൊല്യൂഷൻ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി പ്യുവർ സോൾവെൻറ്റ്. പ്യുവർ സോൾവെൻറ്റിന് ബോയിലിംഗ് പോയിൻറ്റ് കുറവായിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പോൾ ഉപ്പൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സോൾട്ട് വാട്ടറായി, സൊല്യൂഷനായി, സോൾട്ട് സൊല്യൂഷൻ. അപ്പോൾ അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് കൂടും. അപ്പോൾ അത് കൂടുതൽ ടെമ്പറേച്ചർ വേണ്ടി വരും ബോയിൽ ചെയ്യാനായിട്ട്. അതാണ് ചിലപ്പോൾ ഈ മുട്ടയൊക്കെ പുഴുങ്ങുമ്പോൾ നമ്മൾ വെള്ളത്തിൽ ചെറുതായിട്ട് ഉപ്പിടും. അതെന്തിനാണെന്ന് വെച്ചാൽ കൂടുതൽ സമയം ഹീറ്റ് കിട്ടാനാണ്. അപ്പോൾ മുട്ട നന്നായിട്ട് പുഴുങ്ങാൻ പറ്റും. അപ്പോൾ അത് നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യണത് കാണാം, കുറച്ച് ഉപ്പിട്ടിട്ട് മുട്ട പുഴുങ്ങാനായിട്ടിടും. അപ്പോൾ അത് ചെയ്യണത് എന്തിനാ? എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ്, ആ സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതാണ് ഈ കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരു ഗ്രാഫ് വരച്ച് റെപ്രസെൻറ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഗ്രാഫിൻ്റെ വൈ ആക്സിസിൽ വേപ്പർ പ്രഷറും എക്സ് ആക്സിസിൽ ടെമ്പറേച്ചറുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ +1 5th ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, ബോയിലിംഗ് പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ വേപ്പർ പ്രഷർ, ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫറിക് പ്രഷറിന് ഈക്വൽ ആവുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ബോയിലിംഗ് പോയിൻറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ അറ്റ്മോസ്ഫറിക് പ്രഷർ സീ ലെവലിൽ 1 atmosphere ആണ്. അപ്പോൾ നോക്കിയത് നമ്മുടെ സോൾവെൻറ്റ് നമ്മൾ ടെമ്പറേച്ചർ ഇങ്ങനെ കൂട്ടി വരുമ്പോൾ സോൾവെൻറ്റ് വേപ്പർ പ്രഷർ കൂടി വന്ന് 1 atmosphere ആയി, അതായത് അറ്റ്മോസ്ഫറിക് പ്രഷറിന് ഈക്വലായി. അപ്പോൾ അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് കണ്ട T0B. നമ്മൾ പ്യുവർ ആവുമ്പോഴാണ് 0 ഇടുക എന്ന് പറഞ്ഞു. അപ്പോൾ ബോയിലിംഗ് പോയിൻറ്റിനാണ് സ്മോൾ ലെറ്റർ B കൊടുത്തിരിക്കുന്നത്, T0B. നമ്മുടെ സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിൻ്റാണ് T0B എന്ന് പറയുന്നത്. അത് ഈ ടെമ്പറേച്ചറാണ്. ഇനി നമ്മളിത് ഈ കർവ് സൂചിപ്പിക്കുന്നത് സൊല്യൂഷനെയാണ്. അപ്പോൾ നമ്മളിതുപോലെ തന്നെ സൊല്യൂഷൻ എടുത്തു, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു, അങ്ങനെ അതിൻ്റെ വേപ്പർ പ്രഷർ കൂടി ഇത് അറ്റ്മോസ്ഫിയർ പ്രഷറിന് ഈക്വലായി. അപ്പോൾ അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് നോക്കിയേ TB. സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻറ്റിനെയാണ് നമ്മൾ TB എന്ന് പറയുന്നത്. അപ്പോൾ T0B ഇവിടെയാണ്, TB ഇവിടെയാണ്. അപ്പോൾ TB ഈസ് ഗ്രേറ്റർ ദാൻ T0B. സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻ്റാണ് എപ്പോഴും കൂടുതലായിട്ട് നിൽക്കുക സോൾവെൻറ്റിനേക്കാളും. ഈ TBയും T0Bയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ΔT എന്ന് പറഞ്ഞിട്ട് ഇവിടെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിരിക്കുന്നത്. ΔT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടിയായ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ്, ΔT. രണ്ട് ബോയിലിംഗ് പോയിൻറ്റിൻ്റെയും ഡിഫറൻസിനെയാണ് നമ്മൾ ΔT എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ എലിവേഷൻ ബോയിലിംഗ് പോയിൻറ്റ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. Boiling point of a solution is always greater than that of the pure solvent. അപ്പോൾ ഇതിൽ നമ്മൾ ഓരോ ബോയിലിംഗ് പോയിൻറ്റുകളും പറഞ്ഞു. T0B ബോയിലിംഗ് പോയിൻറ്റ് ഓഫ് ദി പ്യുവർ സോൾവെൻറ്റ്, TB ബോയിലിംഗ് പോയിൻറ്റ് ഓഫ് ദി സൊല്യൂഷൻ. അവർ തമ്മിലുള്ള ഡിഫറൻസ് ΔTB, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ്. ഇനി നമ്മുടെ കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഈ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അതിന് നമുക്കൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി ഓഫ് ദ സൊല്യൂഷൻ. മൊളാലിറ്റി നമ്മുടെ കോൺസെൻട്രേഷൻ ടേമാണ്, സ്മോൾ ലെറ്റർ M വെച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യണത്. മൊളാലിറ്റി നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ കിലോഗ്രാം ഓഫ് ദി സോൾവെൻറ്റ്, അതാണ് നമ്മുടെ മൊളാലിറ്റി. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇക്വേഷനായിട്ട് എഴുതി ΔTB ഈസ് പ്രൊപ്പോർഷണൽ ടു M എന്ന് എഴുതി. M ആണ് മൊളാലിറ്റി ഓഫ് ദി സൊല്യൂഷൻ. ഇനി ΔTB ഈസ് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ കളയുമ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് വരും, KB ഇൻറ്റു M. ഇതാണ് നമ്മുടെ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ. ΔTB ഈസ് ഈക്വൽ ടു KB ഇൻറ്റു M.
ഡെൽറ്റ ടി ബി എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ്. കെ ബി എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. മോളാൽ എലിവേഷൻ കോൺസ്റ്റൻ്റ് എന്ന് പറയും, അല്ലെങ്കിൽ മോളാൽ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റൻ്റ് എന്ന് പറയും. ഒന്ന് രണ്ട് തവണ വായിക്കുമ്പോൾ ശരിയായിക്കോളും. ഒന്നുകിൽ മോളാൽ എലിവേഷൻ കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ മോളാൽ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റൻ്റ്. എം മൊളാലിറ്റി ഓഫ് ദ സൊല്യൂഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ. ഇനി ഈ കെ ബി നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ഈ എം ഈക്വൽ ടു 1 ആവാം. മൊളാലിറ്റി ഓഫ് ദ സൊല്യൂഷൻ 1 ആയിക്കഴിഞ്ഞാൽ ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു കെ ബി ആവും. അപ്പോൾ ഈ മൊളാൽ എലിവേഷൻ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ് വെൻ ദ മൊളാലിറ്റി ഓഫ് ദ സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു 1. എം 1 ആവുമ്പോഴുള്ള എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റിനെയാണ് നമ്മൾ കെ ബി എന്ന് പറയുന്നത്, മോളാൽ എലിവേഷൻ കോൺസ്റ്റൻറ്റ്. അത് ഓരോ സൊല്യൂഷനും ഓരോ കോൺസ്റ്റൻ്റ് ആയിരിക്കും ഈ കെ ബി എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മുടെ സിമ്പിളായിട്ടുള്ള ഇക്വേഷനാണ്. നമ്മളിനി ഇതിൽ മൊളാലിറ്റിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഈ എമ്മിന്. ആ ഡെറിവേഷനൊന്നും നമുക്ക് പഠിക്കാനില്ല, പക്ഷേ അവസാനത്തെ ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഫോർ മൊളാലിറ്റിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറി. ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു ഡബ്ല്യു ബി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എം ബി ഇൻറ്റു ഡബ്ല്യു എ. അപ്പോൾ നമ്മുടെ കൊളിഗേറ്ററി പ്രോപ്പർട്ടിയുടെയൊക്കെ ഉദ്ദേശം എന്താ? മോളിക്കുലാർ മാസ് ഓഫ് ദി സൊല്യൂട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എം ബി ആണ് മോളിക്കുലാർ മാസ് ഓഫ് ദി സൊല്യൂട്ട്. നമ്മൾ പറഞ്ഞു ബി എപ്പോഴും സൊല്യൂട്ടിൻ്റെയും ക്യാപിറ്റൽ എ എപ്പോഴും സോൾവെൻറ്റിൻ്റെയും. അപ്പോൾ നമ്മൾ ഈ എം ബിനെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ ഡെൽറ്റ ടി ബി അടിയിലേക്ക് വരും. എം ബി ഇസ് ഈക്വൽ ടു മോളിക്കുലാർ മാസ് ഓഫ് ദി സൊല്യൂട്ട് ഈക്വൽ ടു കെ ബി മോളാർ എലിവേഷൻ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഡബ്ല്യു ബി വെയിറ്റ് ഓഫ് ദി സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ബി എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ്, അതായത് ടി ബി മൈനസ് ടി സീറോ ബി, അതായത് ബോയിലിംഗ് പോയിൻറ്റ് ഓഫ് ദി സൊല്യൂഷൻ മൈനസ് ബോയിലിംഗ് പോയിൻറ്റ് ഓഫ് ദി പ്യുവർ സോൾവെൻറ്റ്, അത് ഇൻറ്റു ഡബ്ല്യു എ വെയിറ്റ് ഓഫ് ദി സോൾവെൻറ്റ്. ഇത്രയും ടേംസ് നമ്മുടെ മോളിക്കുലാർ മാസിൻ്റെ ഇക്വേഷനിൽ വരും. നമ്മളിവിടെ ഏറ്റവും കൂടുതൽ തവണ പ്രോബ്ലം ചോദിച്ചിട്ടുള്ളത് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റിൽ നിന്നാണ്, മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ടീച്ചർ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ എല്ലാ കാര്യങ്ങളും അറിഞ്ഞാലാണ് ഓരോന്നും പറയുന്നത്. ഡബ്ല്യു ബി, എം ബി, ഡെൽറ്റ ടി ബി, ഡബ്ല്യു എ, കെ ബി, ഇതൊക്കെ അറിഞ്ഞാലാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കണം. ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടി എളുപ്പമാണ്. ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു എം. ഇത് വെച്ചിട്ടും പ്രോബ്ലം ചോദിക്കുക. അത് 1 മാർക്കിന് ഒബ്ജക്റ്റീവ് ക്വസ്റ്റിനൊക്കെ ആയിട്ടാണ് ചോദിക്കുക. പക്ഷേ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം നമുക്ക് 3 മാർക്കിനൊക്കെ ചോദിക്കും. അപ്പോൾ ഈ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിൻറ്റ് ഇൻക്രീസ് ചെയ്യുക സൊല്യൂഷന്, അതും നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പഠിക്കാനുള്ളത്. പക്ഷെ നമുക്ക് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലമാണ് സ്ഥിരമായിട്ട് നമ്മളോട് ചോദിക്കുക. വേറെ തിയറി ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൽ നിന്ന് വരാറില്ല. ആ പ്രോബ്ലമാണ് ചോദിക്കുക. ആ ഗ്രാഫ് വരെ നമ്മളോട് ഇന്നേവരെ ചോദിച്ചിട്ടില്ല, പക്ഷെ നമ്മളത് മനസ്സിലാക്കണം. ഗ്രാഫ് നമ്മളോട് പ്രധാനമായിട്ടും പ്രോബ്ലമാണ് ചോദിക്കുക. ഇനി ഇതിൽ നിന്നുള്ള സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം ടീച്ചർ വായിക്കാം. മോളാർ എലിവേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് ബെൻസീൻ ഇസ് ഈക്വൽ ടു 2.52 കെൽവിൻ കിലോഗ്രാം പെർ മോൾ. അത് ഇതിൻ്റെ യൂണിറ്റാണ്. ഈ കെ ബിയുടെ യൂണിറ്റ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, ഈ വാല്യൂ മാത്രം നോക്കിയാൽ മതി. ആ വാല്യൂ ആണ് നമ്മളെപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ സൊല്യൂഷൻ ഓഫ് സം ഓർഗാനിക് സബ്സ്റ്റൻസ് ഇൻ ബെൻസിൻ. അപ്പോൾ ബെൻസിൻ്റെ കെ ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഇനി ബെൻസിനിൽ ഒരു ഓർഗാനിക് സബ്സ്റ്റൻസ് ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സൊല്യൂഷൻ ബോയിൽസ് അറ്റ് 0.126 കെൽവിൻ ഹയർ ദാൻ ബെൻസീൻ. ബെൻസീനേക്കാളും 0.126 കെൽവിൻ ഹയർ ആയിട്ടാണ് ആ സൊല്യൂഷൻ ബോയിൽ ചെയ്യണത്. എന്ന് പറഞ്ഞാൽ സൊല്യൂഷനും ബോയിൽ ചെയ്യണത് ഇത്രയും ടെമ്പറേച്ചർ ഹയർ ആയിട്ടാന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആണ് അവർ തന്നിരിക്കുന്നത്. സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻ്റ് അല്ല തന്നിരിക്കുന്നത്, ബെൻസീനേക്കാളും എത്ര കൂടുതൽ ടെമ്പറേച്ചറിൽ അത് ബോയിൽ ചെയ്യണമെന്ന്. അപ്പോൾ ഡെൽറ്റ ടി ബി ആണ് തന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദ മൊളാലിറ്റി ഓഫ് ദി സൊല്യൂഷൻ? മൊളാലിറ്റി എം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു എം. ഡെൽറ്റ ടി ബിയും തന്നിട്ടുണ്ട്, കെ ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ എം ഇസ് ഈക്വൽ ടു ഡെൽറ്റ ടി ബി ബൈ കെ ബി. കെ ബിയുടെ വാല്യൂ 2.52, ഡെൽറ്റ ടി ബി 0.126 കെൽവിൻ. അപ്പോൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മൊളാലിറ്റി കിട്ടി 0.05 മോളാൽ. അതാണ് ആ സൊല്യൂഷൻ്റെ മൊളാലിറ്റി എന്ന് പറയുന്നത്. ഇവിടെയൊന്നും മിക്കവാറും നമുക്ക് യൂണിറ്റ്സ് ഒന്നും കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ഈ കോൺസ്റ്റൻറ്റ് എപ്പോഴും അതേപോലെ തന്നെ നിങ്ങൾ ആ നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ടെമ്പറേച്ചർ എപ്പോഴും കെൽവിനിലായിരിക്കും. അപ്പോൾ നമുക്ക് യൂണിറ്റുകളൊന്നും അങ്ങനെ മാറ്റേണ്ട കാര്യം വരുന്നില്ല. ഓക്കെ, ഇനി അടുത്തത് ഒരു പ്രോബ്ലം കുറച്ചും കൂടി വലിയ പ്രോബ്ലമാണ്. ദ ബോയിലിംഗ് പോയിൻറ്റ് ഓഫ് ബെൻസീൻ ഈസ് 353.23 കെൽവിൻ.
ബെൻസീൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് തന്നിട്ടുണ്ട്. ബെൻസീൻ എന്ന് പറയുന്നത് പ്യുവർ സോൾവെൻ്റ് ആണ്. അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് തന്നിട്ടുണ്ട്. അതായത് അപ്പോൾ ഇതെന്തായിരിക്കും T0B. വെൻ 1.8 gram ഓഫ് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് WB തന്നിട്ടുണ്ട്. ഡിസോൾഡ് ഇൻ 19 gram ഓഫ് ബെൻസീൻ WA തന്നിട്ടുണ്ട്. ദ ബോയിലിംഗ് പോയിൻറ്റ് ഈസ് റേസ്ഡ് ടു 353.41 Kelvin. അപ്പോൾ ഈ ബോയിലിംഗ് പോയിൻറ്റ് കൂടി എന്നാണ് പറയുന്നത്. അപ്പോൾ സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻ്റാണ് ഈ തന്നിരിക്കുന്നത് കേട്ടോ. ഇത്ര കൂടി ബോയിലിംഗ് പോയിൻറ്റ് 353.41 Kelvin. അപ്പോൾ TB ആണ് ഈ തന്നിരിക്കുന്നത് സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻറ്റ്. കാൽക്കുലേറ്റ് ദ മോളിക്കുലാർ മാസ് ഓഫ് ബെൻസീൻ MB കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് KB ഇവിടെ തന്നിട്ടുണ്ട് 2.52 Kelvin kg/mol. നമ്മൾ ഗ്രാമിലാണ് ഇതൊക്കെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കോൺസ്റ്റൻറ്റ് കിലോഗ്രാമിലാണ്. അത് കുഴപ്പമില്ല, നമ്മുടെ ഇക്വേഷനിൽ ഒരു 1000 വരണുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല, ഗ്രാമിൽ തന്നെയാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ വരിക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നിട്ടുണ്ട്. നമുക്കതേ ΔTB നമ്മൾ കണ്ടുപിടിക്കണം. അതായത് T0B തന്നിട്ടുണ്ട്, TBയും തന്നിട്ടുണ്ട്. അതല്ല, ഇതിവിടെ തെറ്റിയിട്ടാണ് തന്നിരിക്കുന്നത്. സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻ്റ് ആണ് കൂടുതൽ. അതായത് ഇത് TB ആണ്, ഇത് T0B കേട്ടോ. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് 353.41 Kelvin തന്നിട്ടുണ്ട്. TB ബോയിലിംഗ് പോയിൻ്റ് ഓഫ് ദ സൊല്യൂഷൻ ഇത്രയും കൂടി 353.41 ആയി. പ്യുവർ ബെൻസീൻ്റെ T0B 353.23 ആയിരുന്നു. അപ്പോൾ നമ്മളിത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 0.18 Kelvin കിട്ടും. അതാണ് ΔTB. ബാക്കി എല്ലാ കാര്യങ്ങളും വെയിറ്റ് ഓഫ് ദ സൊല്യൂട്ട് 1.8 gram, വെയിറ്റ് ഓഫ് ദ സോൾവെൻറ്റ് 19 gram, മോളാർ എലിവേഷൻ കോൺസ്റ്റൻറ്റ് KB = 2.52. ഇനി നമ്മുടെ ഇക്വേഷൻ എഴുതാം, എല്ലാ കാര്യങ്ങളും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മുടെ ഇക്വേഷൻ എഴുതി വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് 1326.31 gram എന്നാണ് മോളിക്കുലാർ മാസ്. നമ്മൾ ആഡ് ചെയ്ത സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. എല്ലാ കാര്യങ്ങളും, അതായത് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് മനസ്സിലാവില്ല. ഈ WA, WB, MB, MA അങ്ങനത്തെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ് T0 വന്ന പ്യുവർ സോൾവെൻറ്റിൻ്റെ, TB സൊല്യൂഷൻ്റെ. അപ്പോൾ സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻ്റ് ആയിരിക്കും എപ്പോഴും കൂടുതലായിട്ട് നിൽക്കുക. അതെപ്പോഴും ഓർമ്മ വേണം. അങ്ങനെ ΔTB കണ്ടുപിടിക്കണം. ചിലതിൽ ΔTB ഡയറക്റ്റായിട്ട് തരും, ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കണം. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുക. അപ്പോൾ ടീച്ചർ ആദ്യം കാണിച്ച പോലത്തെ പ്രോബ്ലം വളരെ സിമ്പിളായിട്ട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരിക. ഇങ്ങനത്തെ പ്രോബ്ലം, ഇപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ പ്രോബ്ലമാണ് നമുക്ക് കൂടുതലും വരിക. ഇനി 2 പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്ത് നോക്കാനായിട്ട് ഹോംവർക്ക് തരാം. അപ്പോൾ ഇതിൽ 16 gram ഓഫ് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് വെൻ ഡിസോൾഡ് ഇൻ 100 gram ബെൻസീൻ റൈസ്ഡ് ദ ബോയിലിംഗ് പോയിൻറ്റ് ബൈ 1 degree Celsius. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ΔTB ആണ് കേട്ടോ. ബോയിലിംഗ് പോയിൻറ്റ് ഇത്രയും കൂടിയെന്നാണ്, അല്ലാണ്ട് സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് അല്ല തന്നിരിക്കുന്നത്, 1 degree കൂടിയെന്ന്. അപ്പോൾ ΔTB തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ മോളിക്കുലാർ മാസ് ഓഫ് ദി സൊല്യൂട്ട് MB കണ്ടുപിടിക്കാനാണ്. KB തന്നിട്ടുണ്ട്, 2.53 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടുപിടിക്കുക പ്രോബ്ലം. നെക്സ്റ്റ് പ്രോബ്ലം, കാൽക്കുലേറ്റ് ദ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ് വെൻ 12.5 gram ഓഫ് യൂറിയ ഇസ് ഡിസോൾഡ് ഇൻ 170 gram വാട്ടർ. അപ്പോൾ WBയും തന്നിട്ടുണ്ട്, WAയും തന്നിട്ടുണ്ട്. ഇവിടെ നമ്മളോട് ΔTB ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. KB തന്നിട്ടുണ്ട്, വാട്ടറിൻ്റെ 0.52 Kelvin kg/mol. മോളാർ മാസ് ഓഫ് യൂറിയ 60. മോളിക്കുലാർ മാസ്, ഈ മോളാർ മാസുകൾ തരുമ്പോൾ നമുക്ക് പലപ്പോഴും യൂണിറ്റ് ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ അവർ AMUലാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമ്മളത് കൺവേർട്ട് ചെയ്യാൻ പറയും. ഇപ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോഴും നമുക്ക് ന്യൂമറിക്കൽ വാല്യൂ എപ്പോഴും സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗ്രാം ഇട്ടാലും ഗ്രാം ഇട്ടില്ലെങ്കിലും നമ്മൾ അതിന് മാർക്ക് കൊടുക്കും. ചിലപ്പോൾ അവർ ഗ്രാം ഇട്ടിട്ട് കാണും, ചിലപ്പോൾ ഗ്രാം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഒരു കൺവേർഷനും വരുത്തണ്ട, നമ്മളത് കറക്റ്റായിട്ട് അങ്ങോട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ΔTB ആണ്, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ്. അപ്പോൾ ഇത് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും. പക്ഷേ ഒരു പ്രോബ്ലം എഴുതി എല്ലാ കാര്യങ്ങളും നോക്കി സാവധാനം മനസ്സിലാക്കി ചെയ്യുമ്പോൾ നമുക്കത്ര ബുദ്ധിമുട്ട് വരില്ല. കുറച്ചൊരു ക്ഷമയൊക്കെ വേണം. ഈ വീഡിയോ കണ്ട് നിങ്ങൾ തന്നെ പ്രോബ്ലം എഴുതി അത് ചെയ്തിരിക്കുന്ന രീതികൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാലേ കിട്ടുള്ളൂ. അല്ലാണ്ട് പെട്ടെന്ന് തന്നെ അങ്ങനെ ഓടി ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. വെറുതെ വീഡിയോ കണ്ട് പ്രോബ്ലം വായിച്ച് നോക്കിയിട്ട് കാര്യമില്ല. ആദ്യത്തെ പ്രോബ്ലം നിങ്ങൾ എഴുതി ചെയ്ത് നോക്കണം. അതിനുശേഷം രണ്ടാമത്തെ പ്രോബ്ലം എഴുതണം. അപ്പോഴാണ് നമുക്കിത് മനസ്സിലാവുള്ളൂ. ഓക്കെ.